ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ. അങ്ങേക്ക് 20 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ്. ഒരു രാഷ്ട്രമോ സർക്കാരോ മുൻഗണന നൽകുന്ന മൂല്യങ്ങൾ എന്താണെന്നറിയാൻ ആ സർക്കാരിൻ്റെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ മതിയാവും. ബഡ്ജറ്റ് എന്നത് കേവലം വരവുചെലവ് കണക്കുകളല്ല, അത് സമൂഹ നിർമ്മിതിയുടെ അവസരങ്ങളുടെയും അവകാശങ്ങളുടെയും നീതിപൂർവമായ വിതരണത്തിൻ്റെ ഉപാധിയാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളുടെ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയുടെ സാമ്പത്തികവും നിയമപരവുമായിട്ടുള്ള ഇടപെടലുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ഞെക്കി ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്ന സമീപനമാണ് LDF ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലൂടെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ബഡ്ജറ്റിൻ്റെ ചർച്ചയിൽ ശ്രദ്ധിക്കാതെ 2 MLA-മാർ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ആകെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് വർഷത്തിൽ 1 പ്രാവശ്യം സംസാരിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാക്കരുത്. അപ്പോൾ സർ, കേരളത്തെയും രാജ്യത്തെയും ഞെട്ടിച്ച സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. സർ, 254 പേർക്കാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. 44 പേരെ ഇനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല സർ. 2007 വീടുകൾ പൂർണ്ണമായും തകരുകയും ആയിരക്കണക്കിന് പേരുടെ ജീവനോപാധികൾ നഷ്ടമാകുകയും ചെയ്തു ആ ദുരന്തത്തിൽ. സർ, 1202 കോടി രൂപ നഷ്ടം ഉണ്ടായി ആ ദുരന്തത്തിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തി. റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും അവിടെ കേന്ദ്രീകരിച്ചു നിന്ന് അവിടെ ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും ആ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്താനും നിന്നു എന്നത് നമ്മളെല്ലാം കണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ ഗവൺമെൻറ്റിനൊപ്പം ചേർന്ന് നിന്നു. ജീവൻ നഷ്ടപ്പെട്ട സർവസ്വവും ഇല്ലാതായ ബന്ധുജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ഗവൺമെൻറ് ഒപ്പം ഉണ്ടായിരുന്നു. ആ ബന്ധുജനങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട അവരെ മാറ്റിപ്പാർപ്പിക്കാൻ, അവർക്ക് വീട് കണ്ടെത്തി കൊടുക്കാനും ഓരോ മാസവും അവർക്ക് വാടക കൊടുക്കാനും ഗവൺമെൻറ് കഴിയും. അതോടൊപ്പം 10,000 രൂപ ആശ്വാസം എന്നുള്ള നിലയിൽ ഓരോ കുടുംബത്തിനും കൊടുക്കാൻ ഈ ഗവൺമെൻറ് കഴിയും. പുനരധിവാസത്തിന് 2221.10 കോടി രൂപ വേണമെന്ന് നമ്മൾ കണക്കാക്കി. സാർ, അതിന് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതുമാത്രമല്ല, ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ എന്താണ് സാർ സംഭവിച്ചത്? ആ ദുരന്തമുണ്ടായി മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയുണ്ടായി. ആ ദുരന്തമുഖത്ത് അദ്ദേഹം സന്ദർശിച്ചു, മുഖ്യമന്ത്രി ഒപ്പം ഉണ്ടായിരുന്നു. സാർ, അദ്ദേഹം പിന്നീട് എന്തായത്, അവിടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടിയെ അദ്ദേഹം കാണാൻ ചെന്നു. ആ കുട്ടിയുടെ അടുത്ത് ചെന്നു. അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചു. കുട്ടിക്ക് മനസ്സിലായില്ല, കുട്ടി പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം കുട്ടിക്കൊരു മുത്തം കൊടുത്തു. എല്ലാവരും ആശ്വസിച്ചു. അദ്ദേഹം തിരിച്ച് ഡൽഹിയിലെത്തുമ്പോൾ നമുക്ക് വേണ്ടുന്ന സഹായം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്താണ്, നമ്മൾ ഈ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ്, നമ്മുടെ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ കേന്ദ്ര ബഡ്ജറ്റിൽ വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. വയനാട്ടിലെ ജനങ്ങളെ കണ്ടില്ലെന്ന് അടിച്ചു. ഒരു കുട്ടിക്ക് കൊടുത്ത മുത്തമല്ലാതെ ആ വയനാട്ടിലെ ജനങ്ങൾക്ക്, ഈ കേരളത്തിന് ഈ ബഡ്ജറ്റിലൂടെ യാതൊന്നും നൽകാൻ BJP സർക്കാർ തയ്യാറായില്ല. സാർ, നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്തത്? സഹ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് ആ
പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവിടെ പ്രത്യേക ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടെ വീടുകൾ നിർമ്മിച്ച് നൽകി ആ ജനങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു സാർ. ഈ ബഡ്ജറ്റിൽ 750 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വകയിരുത്തിയത്. സാർ, കേരളം കേന്ദ്രത്തിന് അടിമയല്ല. കേന്ദ്രം തന്നില്ലെങ്കിലും കേരളം സ്വന്തം നിലയിൽ വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ് കേരളത്തിലെ ധനകാര്യ മന്ത്രി ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തോട് മാത്രമല്ല സാർ അവഗണന കാണിച്ചത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം പക്ഷപാതപരമായ സമീപനമാണ് BJP സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതെന്താണ്? കേരളം വികസനത്തിൽ പിന്നിലാണെന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷനെ സമീപിച്ചാൽ ഞങ്ങൾ പണം തരാം. സാർ, ആ മന്ത്രിയോടും കേന്ദ്രത്തോടും എനിക്ക് പറയാനുള്ളത്, ഇത് UPയോ ഗുജറാത്തോ അല്ല, ഇത് കേരളമാണ് സാർ. ചുവന്ന കേരളം. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷമാണ്. ഇവിടെ വികസിത രാജ്യങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങളുടെ നെറുകയിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം അതുപോലെ മെച്ചപ്പെടുത്താനും സമഗ്ര വികസനത്തിനും കേരളത്തിന് ഒപ്പമെത്താൻ മറ്റു സംസ്ഥാനങ്ങൾക്ക് ബഹുദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ ആദ്യം പരിഗണിക്കുന്ന സംസ്ഥാനമാണ് കേരളം. സാർ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പുതിയ കാല വികസന പദ്ധതിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്രമന്ത്രി മിസ്റ്റർ ജോർജ് കുര്യൻ, താങ്കളും BJPയും സ്വപ്നത്തിൽ വിചാരിച്ചാൽ പോലും കേരളം പുറകോട്ട് പോകില്ല. കേരളം മുന്നോട്ട് തന്നെ പോകും. കേരളം ഇടതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അർഹതപ്പെട്ട നികുതി വിഹിതം നൽകാതെ, വായ്പാപരിധി ചുരുക്കി, ദുരന്ത നിവാരണത്തിന് സഹായം നൽകാതെ ദ്രോഹിക്കുന്ന സമീപനമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ 18,000 കോടി രൂപയുടെ സഹായം ചോദിച്ച് കേരളത്തിന് ലഭിച്ചത് കേവലം 3,000 കോടി രൂപയുടെ സഹായമാണ്. സാർ, ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ പദ്ധതികൾക്ക് കേന്ദ്രം ഗ്രാന്റായി അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേരളം പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് മാത്രമല്ല, പദ്ധതിയുടെ ലാഭവിഹിതവും വേണമെന്ന വിചിത്രമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതിലൊന്നും തടലില്ല. വിഴിഞ്ഞം കേരളത്തിൻ്റെ സാമ്പത്തിക വികസന എഞ്ചിനാകുമെന്നും ഉറപ്പുവരുന്ന പദ്ധതികളാണ് സംസ്ഥാന ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യവസായ ഇടനാഴിക്ക് കിഫ്ബി വഴി 1000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വിഴിഞ്ഞം വികസനത്തിനൊപ്പം കോവളം ബേക്കൽ ജലഗതാഗത പദ്ധതി 500 കോടി രൂപയും ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ LDF ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സാർ, പ്രതിസന്ധികൾക്ക് നടുവിലാണ് LDF സർക്കാർ പ്രവർത്തിക്കുന്നത്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന നയം പോലും കാറ്റിൽ പറത്തി സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന മധ്യവർഗ ജനതയുടെ ക്ഷേമത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന കേരള സർക്കാർ നയം പുതുമുതലാളിത്തത്തിൻ്റെ വക്താക്കളെ വിരളി പിടിപ്പിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. ഈ അസഹിഷ്ണുത അസത്യ പ്രചാരണങ്ങളുമായി മാധ്യമങ്ങളും മറ്റും പ്രതിഫലിക്കുന്നു. കേരളത്തിൽ നിന്ന് യുവാക്കൾ നാടുവിടുന്നു എന്ന് മറ്റുള്ള പ്രചാരണം നടക്കുകയാണ് സാർ. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലൂടെ ഊന്നിയ ജ്ഞാനാധിഷ്ഠിത ക്ഷേമ സമൂഹത്തെ നയിക്കാൻ കേരളത്തെ പരിവർത്തിപ്പിക്കുന്നതിന് ഇടതുപക്ഷ സർക്കാർ നവീന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കൊല്ലത്തും കൊട്ടാരക്കരയിലും കണ്ണൂരും പുതിയ IT പാർക്കുകൾ ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയാണ്. കിഫ്ബി വിഭാവനം ചെയ്യുന്ന റവന്യൂ ജനറേറ്റിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് ഇവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാർ, റിസർവ് ബാങ്കിൻ്റെ 2023-24 വർഷത്തെ റിപ്പോർട്ടിൽ ഗ്രാമീണ മേഖലയിൽ തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ്, ചെറുപ്പക്കാരാണ് തൊഴിൽ തേടി നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അവിടെ അതിന് പ്രധാനപ്പെട്ട കാരണം മതിയായ വേതനം അവർക്ക് ലഭിക്കുന്നില്ല. അവിടെ അവർക്ക് മതിയായ വേതനം ലഭിക്കാത്തതുകൊണ്ടാണ് കേരളം അവരെ തൊഴിലിടമായി കാണുന്നത്. സാർ, ഇവിടെ തൊഴിൽ സുരക്ഷ ഉറപ്പാണ്. അതിതീവ്ര സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലം നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു എന്ന് ഈ ബഡ്ജറ്റിൽ ബഹുമാനായ ധനകാര്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. 1957 അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളും പുരോഗമന സർക്കാരുകളും കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളികൾക്ക് ഉയർന്ന വേതനമായ 802 രൂപ 807.02 രൂപ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. UP, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വേതനം ഇതിൻ്റെ 1/3 എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. കാർഷികേതര ജോലികളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. കേരളത്തിൽ 735 രൂപ കിട്ടുമ്പോൾ 262, 285 എന്നീ ക്രമത്തിലാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം. സംസ്ഥാന സർക്കാരിൻ്റെ കരുതലും തൊഴിലാളി സംഘടനകളുടെ കരുത്തുമാണ് കേരളത്തിൽ ഉയർന്ന വേതനത്തിൻ്റെ അടിസ്ഥാനം. സാർ, ക്ഷേമ പെൻഷന് 131.40 കോടിയും തൊഴിലാളി ക്ഷേമത്തിന് 538.44 കോടിയും കർഷക തൊഴിലാളി ക്ഷേമനിധിക്ക് അധികമായി 20 കോടിയും രൂപ അങ്ങേ നീക്കിവെച്ചതിൽ അഭിനന്ദിക്കുന്നു. സാർ, എന്നാൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ഞങ്ങൾക്ക് അവരുടെ ആനുകൂല്യ കുടിശ്ശിക കൊടുക്കാൻ മാത്രം 540 കോടി രൂപ വേണം. ഇത് സംബന്ധിച്ച് അങ്ങേക്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. അങ്ങേക്ക് മാത്രമല്ല തൊഴിൽ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അടിസ്ഥാന ജനവിഭാഗം എന്നുള്ള നിലയിൽ കർഷക തൊഴിലാളിക്ക് മുൻഗണന നൽകി ആ കുടിശ്ശിക ആനുകൂല്യം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ശ്രീ കുമാരഗുരുദേവനും പണ്ഡിറ്റ് കറുപ്പനും ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ വിഭാവനം ചെയ്ത അസമത്വമില്ലാത്ത, ജാതീയ വേർതിരിവുകളില്ലാത്ത നവകേരള സൃഷ്ടിക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഇന്ന് ഭരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക മേഖലയിൽ ശാശ്വതമായ പുരോഗതിക്കും മുന്നേറ്റത്തിനും വിദ്യാഭ്യാസത്തിനും മതിയായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കുന്ന സംസ്ഥാന സർക്കാർ ഓരോ വിദ്യാർത്ഥിയുടെയും പഠന പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് 40,000 പഠനമുറികളും 361 സാമൂഹ്യ പഠനമുറികളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 12,500 വീടുകളും അംബേദ്കർ ഗ്രാമ വികസന പദ്ധതികളും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് സ്റ്റഡീസ് എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം 820 പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പൂർണ്ണ സ്കോളർഷിപ്പോടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചു. സാർ, നിരവധി പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം ഇനിയും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഈ മേഖലയിൽ SC/ST വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡും ലംസം ഗ്രാൻഡും വർദ്ധിപ്പിക്കണം. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യം കൃത്യമായി കൊടുക്കാൻ ഇനിയും കഴിയണം. സാർ, കൃത്യസമയത്ത് ഫീസ് നൽകാത്തതുകൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യമുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട്. പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം. സാർ, ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഓരോ ഓഫീസാണുള്ളത്. നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അവിടെ വന്ന് അപേക്ഷ കൊടുക്കാനോ അവർക്ക് വായ്പ തരപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ നമുക്ക് 2-3 സബ് സെൻ്ററാണുള്ളത്. അതുകൊണ്ട് എൻ്റെ നിർദ്ദേശം ഈ പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എല്ലാ താലൂക്കുകളിലും പ്രത്യേക സബ് ഓഫീസുകൾ അനുവദിച്ചുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ വികസനം എത്തിക്കാനുള്ള പരിശ്രമം നടത്തണം. സാർ, ഇപ്പം നമുക്ക് വണ്ടൂരും കിളിമാനൂരും അതുപോലെ ചേലക്കരയിലുമാണ് സബ് ഓഫീസുകൾ ഉള്ളത്. സാർ, അതോടൊപ്പം തന്നെ പട്ടികജാതി വികസന കോർപ്പറേഷൻ പ്ലാൻ ഫണ്ട് ഇനത്തിൽ 50 കോടി രൂപയാണ് വകയിരുത്തേണ്ടത്. അതിൽ 24% കേന്ദ്ര ഗവൺമെൻറ്റും 25% സംസ്ഥാന ഗവൺമെൻറ്റുമാണ് നൽകുന്നത്. പക്ഷേ ഇപ്പോൾ അത് നൽകുന്നില്ല. അടിയന്തരമായി ഗവൺമെൻറ് ആ വിഷയത്തിൽ ശ്രദ്ധയൂന്നണം. പട്ടികജാതി വികസന വകുപ്പ് നൽകുന്ന വകുപ്പിന് അങ്ങ് പ്രഖ്യാപിച്ച 2000 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപ കോർപ്പറേഷന് കൊടുത്താൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെ ജീവനക്കാർ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സേവന വ്യവസ്ഥകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. അർഹതപ്പെട്ട ശമ്പളം അവർക്ക് നൽകണം. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ള ജീവനക്കാരെ നിയമിച്ചിട്ടും ആവശ്യമായ ശമ്പളം കിട്ടുന്നില്ല എന്ന വിഷയമുണ്ട്. സാർ, രാജ്യത്തിന് മാതൃകയായ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ കേരളത്തിൽ സാർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഭൂരഹിതരില്ലാത്ത കേരളം നടപ്പാക്കിയ ലക്ഷ്യമാണ് റവന്യൂ വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഗവൺമെൻറ് 1,80,887 പേർക്കാണ് പട്ടയം കൊടുത്തിട്ടുള്ളത്. സാർ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവേ നടത്തിക്കൊണ്ട് എല്ലാവരുടെയും ഭൂരേഖകൾ കൃത്യമായി സുതാര്യമായി ലഭിക്കാൻ കഴിയുന്ന നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, KSRTCയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ പറഞ്ഞതിനൊപ്പം
ഈ തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ ഇപ്പോൾ KSRTC റിപ്പോർട്ടിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. സാർ, അവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത കുറവുണ്ട്, അവർക്ക് ആവശ്യമായ സമ്പത്ത് പണമില്ലാത്ത കുറവുണ്ട്. ആ വിഷയത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഇടപെട്ട് ആവശ്യമായ പണം അനുവദിച്ചും ജീവനക്കാരെ നിയമിച്ചും KSRTC റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാക്കി ഈ തരം മാറ്റം നടപടി വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. സാർ, ആരോഗ്യരംഗത്ത് ഏറെ മെച്ചപ്പെട്ട നിലയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ വളരെ മോശപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ആർദ്രം പദ്ധതിയിലൂടെ നിരവധി മാറ്റങ്ങളിലൂടെയാണ് ആരോഗ്യ മേഖല ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ആതുരാലയങ്ങൾക്ക് ബന്ധപ്പെട്ട പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ആരോഗ്യ മേഖല ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഏറ്റവും രാജ്യത്ത് 3 വർഷമായി ഏറ്റവും അധികം സൗജന്യ ചികിത്സ ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സാർ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ സഹായമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി ഇല്ല. ആശാവർക്കർമാരുടെ വിഷയം രാവിലെ ഇവിടെ ഉന്നയിച്ചു. ആശാവർക്കർമാർക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് PF ESI ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ സംസ്ഥാനത്ത് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുച്ഛമായ ഓണറേറിയം അത് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പ്രായപരിധി 65 വയസ്സായി ഉയർത്തി ശൈലി സർവേക്ക് പ്രത്യേകമായി അവർക്ക് ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് അവരെ സ്ഥിരം ജീവനക്കാരായി മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ നടപടി കൂടി സ്വീകരിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ ആ വിഷയം ശക്തമായി ആരോഗ്യവകുപ്പ് ഇടപെടണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, കേരളത്തിൽ 44,539 കുടുംബത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. സർവേയിലൂടെ കണ്ടെത്തിയത് 64,006 പേരാണ്. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യവകുപ്പ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ റേഷൻ കടകളെ സ്റ്റോറുകളാക്കി ഉയർത്തി എല്ലാവർക്കും റേഷൻ എത്തിക്കാനും എല്ലാവർക്കും റേഷൻ കാർഡ് കൊടുക്കാനും കഴിയുന്ന നടപടിയായി മുന്നോട്ട് പോകുന്നു. സാർ, ജീവിതശൈലി രോഗം കൊണ്ട് കിടപ്പ് രോഗികൾക്ക് റേഷൻ കടയിൽ വന്ന് സാധനം വാങ്ങാൻ കഴിയില്ലെങ്കിൽ അവർക്കൊപ്പം പദ്ധതിയിലൂടെ അവർക്ക് വീട്ടുപടിക്കൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സാർ, വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലൂടെ ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും കാലത്തിൻ്റെ സാങ്കേതിക വിദ്യകളായ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസത്തെ ഭാഗമാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞു. സാർ, അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തിക്കൊണ്ട് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യക്ക് മാതൃകയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ആ വിഷയത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സാർ, അവിടെ ഈ സാക്ഷരതാ പ്രേരകന്മാർ അവിടെ അവരുടെ വേതനം വർദ്ധിപ്പിക്കാനും അവർക്കിപ്പോൾ 12,000 രൂപയാണ് പ്രേരകന്മാർക്ക്. നോഡൽ പ്രേരകന് 15,000 രൂപയാണ്. അത് മിനിമം വേതനം സംസ്ഥാന ഗവൺമെൻറ് നിശ്ചിത മിനിമം വേതനം അവർക്ക് നടപ്പാക്കി അവരെ ഇന്ന് ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ആ കുറവ് പരിഹരിച്ച് അവർക്ക് ഗ്രാറ്റുവിറ്റിയും പെൻഷനും അടക്കം കൊടുത്തുകൊണ്ട് ആ പ്രേരകന്മാരെ സംരക്ഷിക്കുന്ന സമീപനം കൂടി സ്വീകരിക്കണം. സാർ, സംസ്ഥാന വിനോദ സഞ്ചാരവും പൊതുമരാമത്തും ഇന്ന് കേരളത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലും അതുപോലെ തന്നെ പശ്ചാത്തല വികസനം, റോഡ്, പാലങ്ങൾ, സർക്കാർ കെട്ടിടങ്ങളടക്കം നിരവധി പ്രവർത്തനങ്ങളുമായി പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, പൊതുമരാമത്ത് വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് നിരവധി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായുള്ള ടോട്ടൽ സ്റ്റേഷൻ ടെൻഡറിങ്ങും മറ്റുമായി ഫയൽ 2-3 പ്രാവശ്യമായി തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാർ, നമുക്ക് ഡിസൈൻ വിങ് ഇല്ല എന്നുള്ളതാണ്. ഡിസൈൻ വിങ് തിരുവനന്തപുരത്ത് മാത്രമാണുള്ളത്. എന്നാൽ എല്ലാ ജില്ലകളിലും ഡിസൈൻ വിങ് ഉണ്ടായാൽ തീർച്ചയായും വേഗത്തിൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയും. അത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രദ്ധയിൽ ഉണ്ടാവണം. ധനകാര്യ വകുപ്പ് അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം. സാർ, വിനോദസഞ്ചാര മേഖലയിൽ വലിയ മുന്നേറ്റമാണ്. കാരവൻ ടൂറിസം, ഹെലി ടൂറിസം, ക്രൂയിസ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, അങ്ങനെ നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങളോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം വിനോദസഞ്ചാര മേഖലയിൽ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ, എൻ്റെ മണ്ഡലത്തിൽ അടൂരിൽ ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, പുതിയാവച്ചറ ടൂറിസം. എല്ലാ വർഷവും ഞാൻ പ്രോജക്റ്റ് കൊടുക്കാറുണ്ട്, ഓരോ വർഷവും അംഗീകരിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ അവസാനം അത് ധനകാര്യ വകുപ്പ് ഒബ്ജക്ഷൻ പറയും. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത്തവണയും കൊടുത്തിട്ടുണ്ട്. സാർ, 5 കോടി രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഒരുപാട് പ്രാവശ്യം 20 കോടിയാണ് ആവശ്യപ്പെട്ടത്. പല പ്രാവശ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ട് അത് കുറച്ച് ഇപ്പോൾ 5 കോടിയാക്കിയിട്ടുണ്ട്. അങ്ങത് പരിഗണിച്ച് അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. സാർ, കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലയിലും വലിയ മാറ്റങ്ങളോടെ നമ്മൾ കടന്നു പോകുന്നു. വ്യവസായ മേഖലയിൽ തീർച്ചയായും വലിയ മാറ്റമാണ് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യമാണ് എനിക്കത് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ മണ്ഡലത്തിലെ കെംകോസിൻ്റെ സ്ഥലമുണ്ട്. ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയും ആ സ്ഥലം കണ്ടതാണ്. സാർ, ഇപ്പോൾ അങ്ങ് IT പാർക്കുകൾ സ്ഥാപിക്കുന്നത് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആ വ്യവസായ വകുപ്പിൻ്റെ സ്ഥലത്ത് അടൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു IT പാർക്ക് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി അങ്ങ് സ്വീകരിക്കണം. സാർ, അതോടൊപ്പം തന്നെ സാർ, ഇവിടെ ഈ അങ്ങ്
നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും അങ്ങ് ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന ജീവനക്കാരുടെ പെൻഷൻ, അതുപോലെ തന്നെ സർവീസിലുള്ളവർക്ക് റിട്ടയർ ചെയ്തിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളെല്ലാം അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാർ. അതോടൊപ്പം 60,000 കോടി രൂപയിലധികം പല ഇനങ്ങളായി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നിയമപരമായി അനുവദിക്കാനുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഈ ബഡ്ജറ്റിൽ ഏകദേശം 2,000 കോടി രൂപയാണ് അങ്ങ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ജീവനക്കാർക്ക് വലിയ തോതിൽ വേതനം കൈപ്പറ്റുന്നു എന്ന പ്രചാരണമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണപ്പെരുപ്പത്തിനനുസരിച്ച് വേതന വർധനവില്ലാത്ത താഴ്ന്ന വിഭാഗം ജീവനക്കാരെ വലിയ കടക്കാരായി മാറ്റുന്ന സത്യം അങ്ങ് മനസ്സിലാക്കണം. പെൻഷൻ വിഷയം നടപ്പ് ബഡ്ജറ്റിലും അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിലും അതുപോലെ അവരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമയബന്ധിതമായി അങ്ങ് തീരുമാനമെടുക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സാർ, ഈ നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് സാർ അതിൽ വലിയ ബാധ്യത നമുക്കുണ്ടാവുന്നതല്ല. ഈ അഭിഭാഷക ക്ലാർക്കന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി 2004 നിലയിൽ വന്ന ക്ഷേമനിധി ബോർഡ് സാർ, അതിൽ 1,200 രൂപയാണ് വരിസംഖ്യ. വെൽഫെയർ ഫണ്ട് സ്റ്റാമ്പിൽ നിന്ന് ലഭിക്കുന്ന 12 രൂപയാണ് സാർ. ലീഗൽ ബെനിഫിറ്റ് ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന നാമമാത്ര വിഹിതവുമാണ് അതിലുള്ളത്. എന്നാൽ ക്ഷേമനിധി ബോർഡിൻ്റെ നിലവിലെ ബഡ്ജറ്റ് പ്രകാരം വരവിനേക്കാൾ കൂടുതൽ ചിലവിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ബോർഡ് 2021 അംഗങ്ങളുടെ വാർഷിക വരിസംഖ്യ 1,200 നിന്ന് 2,000 രൂപയാക്കി. വെൽഫെയർ സ്റ്റാമ്പ് 12 നിന്ന് 20 രൂപയാക്കി വർദ്ധിപ്പിച്ചു സാർ. എന്നാൽ ഇത് അവർ പൂർണ്ണ മനസ്സാൽ അംഗീകരിച്ചെങ്കിലും ഇത് അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ഇതിന് കക്ഷിക്കോ ഗവൺമെൻറ്റിനോ യാതൊരു ബാധ്യതയുള്ളതല്ല. അതുകൊണ്ട് ഇതിനാവശ്യമായ ഒരു ബില്ല് ഓരോ തവണയും നിയമസഭ പാസ്സാക്കുമെന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും അത് പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ആ ബില്ല് പാസ്സാക്കിയാൽ ഗവൺമെൻറ് വലിയ നഷ്ടം വരുന്നതല്ല, അവർക്ക് ഈ അഡ്വക്കേറ്റ് ക്ലാർക്ക് അതിന് ഗുണം കിട്ടുന്നതാണ്. അവരുടെ പണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായ നടപടി അങ്ങ് സ്വീകരിക്കണം. ഞാൻ ചുരുക്കുകയാണ് സാർ, സമയം കഴിഞ്ഞു. എന്നാലും വർഷത്തിലൊരിക്കലാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സാർ ഞാൻ കൃത്യത പാലിക്കണം, ഡെപ്യൂട്ടി സ്പീക്കർ ആയതുകൊണ്ടെന്നുള്ളതുകൊണ്ടും ഇപ്പോൾ 1 മിനിറ്റ് അധികം വന്നിരിക്കുകയാണ് സാർ. എന്നാൽ അവസാനിപ്പിക്കുകയാണ് സാർ. കേരളം ഇന്ത്യയിലല്ലെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ബഡ്ജറ്റിന് ഇതൊരു ബദലാണ്. പ്രതിസന്ധികൾ ഉലയാതെ സ്വന്തം കാലിൽ നിവർന്നു നിന്നാൽ കുതിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബഹുധനകാര്യ മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച 2025-26 കേരള ബഡ്ജറ്റ്. സാർ, പുതിയ ആശയം, വികസന പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും ഒരുപടി മുന്നിലാണ് നമ്മൾ. നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതുപ്പ് നൽകുന്ന ക്രിയാത്മക ഇടപെടലാണ് ഈ ബഡ്ജറ്റ്. സാമ്പത്തികമായി ഞെരുക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നിലപാടുകളെ ബദൽ വിഭവ സമാഹരണങ്ങൾ വഴി കണ്ടെത്തി കേരളം അതിജീവിക്കുമെന്നതിന് തെളിവാണ് ഈ ബഡ്ജറ്റ്. സാർ, പാഴ്വാക്കുകളില്ല. പറഞ്ഞതെല്ലാം ചെയ്തതിൻ്റെ അടിത്തറയിൽ നിന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക് വരുമാനം ഉയർത്തി ധനക്കമ്മി കുറച്ച് ടേക്ക് ഓഫ്, വികസനാകാശത്തേക്ക്, വിശാല ലോകത്തേക്ക് ഈ ബഡ്ജറ്റിനെ ഒന്നുകൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു സാർ. നന്ദി.